വെൽക്കം ബാക്ക്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ സ്ത്രീ, എല്ലാവരും കാണേണ്ട പരിപാടിയാണ്. ഇപ്പം നമ്മൾ ഒരു സെഗ്മെൻറ്റ് കഴിഞ്ഞു, അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോവാണ്. അടുത്ത സെഗ്മെൻറ്റ് എന്താ വെച്ചാൽ പ്രഭാഷണം. അതായത് ഒരു കണ്ടസ്റ്റൻറ്റിന് ഇവിടെ വന്ന് ഒരു സബ്ജക്റ്റിനോട് 5 മിനിറ്റ് സംസാരിക്കാൻ നമ്മൾ ചാൻസ് കൊടുക്കുന്നതായിരിക്കും. ഇവർക്ക് 15 ടോപ്പിക് ഉണ്ട്, 15 കണ്ടസ്റ്റൻസിന് 15ഉം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഏതാണ് നറുക്ക് വീഴാൻ പോകണമെന്ന് അവർക്കും അറിയില്ല, എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. അത് കാണുമ്പോൾ അറിയാം. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രാഖിയാണ്. രാഖി ഭയങ്കര തീപ്പൊരി പ്രഭാഷണക്കാരിയാണെന്നാണ് ഞാൻ കേട്ടിരുന്നത് നിങ്ങളെക്കുറിച്ച്. അങ്ങനെയാണോ? തീർച്ചയായും അത് വലിയൊരു അബദ്ധമായിപ്പോയി. ഓക്കെ, അപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ആ വാക്ക് ഞാൻ തിരിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇപ്പം എന്താണ് ഈ പ്രഭാഷണത്തിന് മുമ്പ് സാധാരണ ഇങ്ങനെ പ്രസംഗത്തിനൊക്കെ പോകാറുണ്ടോ വയനാട്ടിൽ? കോളേജിൽ ചില്ലറ രാഷ്ട്രീയം കളിക്കുന്ന ഒരു വ്യക്തിയാണ്. ചില്ലറ രാഷ്ട്രീയം, മാർക്ക് ദാറ്റ് പോയിന്റ്. ഓക്കെ, ജഡ്ജസ് കേട്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ അതിന്റെ അകത്തൊരു ചെറിയ ക്യാമ്പയിൻ അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ. അതെ, ഇലക്ഷൻ ക്യാമ്പയിനൊക്കെ പോയിട്ടുണ്ട്. കുട്ടികൾക്ക് മുമ്പിൽ ചെറിയ പൊടിക്കൈകൾ. ഓക്കെ, പാർട്ടി ഉണ്ടോ? തീർച്ചയായും പാർട്ടി ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു ആശ തരികയാണ് എന്തായാലും. അപ്പോൾ അടുത്ത സെഗ്മെന്റ് പ്രഭാഷണം. ഭരണരംഗത്ത് സ്ത്രീ സംവരണം. ഭരണരംഗത്തെ സ്ത്രീ സംവരണം. തീപ്പൊരിയല്ലേ? സന്തോഷായി എന്നാ പറഞ്ഞത്. കളിയാക്കിയിട്ട് സന്തോഷായി എന്നാണോ? സന്തോഷായി ഗോപിയേട്ട എന്നൊക്കെ പറഞ്ഞ മാതിരിയാണ്, അതാണോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ രാഖിയെ വിട്ടു തരുന്നു. പ്രഭാഷണം. പഴകിപ്പതിഞ്ഞ് നാം കേട്ട ഒരു ഭരണപരിഷ്കാരത്തിന് മുന്നിൽ കേവലം നിഴൽക്കൂത്ത് നടത്തുന്ന പാവകളായി മാറുന്ന സ്ത്രീ സമൂഹം. ആ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു പോകേണ്ടത് ഇന്നത്തെ സമൂഹത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥിതിയുടെയും ഭരണഘടനയുടെയും അത്യന്താപേക്ഷിതമാണ്. വ്യക്തിത്വ പാടവം കൊണ്ടോ അല്ലെങ്കിൽ നേതൃനിരയിലേക്ക് വരുന്ന കഴിവുകൊണ്ടോ പണ്ട് കാലത്ത് ഒട്ടനവധി സ്ത്രീകൾ മുന്നോട്ട് വന്നപ്പോഴും അവരെ വിമർശന ശരങ്ങൾ ഏൽപ്പിച്ച് പച്ചകുത്തുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അത് പണ്ട് കാലത്ത്. എന്നാൽ അവരെ എല്ലാവരെയും കണ്ടിരുന്ന ഒരു കണ്ണ്, രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ ചിന്തയും സ്ത്രീകൾക്ക് നിശ്ചയിച്ചിട്ടുള്ളതല്ല എന്നും അത് ഏറ്റെടുക്കുന്നത് അക്ഷന്തവ്യമായ തെറ്റാണ് എന്നുമുള്ള രീതിയിലായിരുന്നു. അതിൽ നിന്നെല്ലാം വിഭിന്നമായി ഈ സമൂഹത്തിൻ്റെ ഭരണഘടനയ്ക്ക് സ്ത്രീ ശക്തി എന്നും തുണയായി നിൽക്കേണ്ടതാണ് എന്ന സ്ത്രീയുടെ സ്വത്വബോധത്തിൽ നിന്നും ഒരുപക്ഷെ സ്ത്രീ ഉൾക്കൊണ്ട അറിവിൽ നിന്നും സ്ത്രീ ഭരണരംഗത്തേക്ക് കടന്നു വരികയായിരുന്നു. ഇന്ന് രാഷ്ട്രീയ തേരോട്ടങ്ങൾക്കും പോരാട്ടങ്ങൾക്കും ഒടുവിൽ നമ്മുടെ സമൂഹം ഒരു ഭരണവ്യവസ്ഥിതിയിൽ അടിസ്ഥാനം കണ്ടെത്തിയപ്പോൾ സ്ത്രീകൾ ഒട്ടനവധി മേഖലകളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. വനിതാ പ്രാതിനിധ്യമുള്ള ഒട്ടനവധി ഭരണരംഗങ്ങൾ നമ്മുടെ ലോകരാജ്യങ്ങളിൽ എല്ലായിടത്തും കാണാം. ഈ ഒരു അവസരത്തിൽ നമ്മുടെ യൂറോപ്യൻ യൂണിയൻ്റെ പരിവർത്തനത്തിനും ഒരു പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ച അഞ്ചല മാർക്കലിനെ ഓർത്തു പോവുകയാണ്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ സ്ത്രീകളുടെ കണക്കെടുക്കുമ്പോൾ അതിൽ 100 പേരിൽ പ്രഥമ സ്ഥാനീയയാണ് അഞ്ചല മാർക്കൽ. ജർമ്മൻ ചെയർപേഴ്സണായ അഞ്ചല മാർക്കലിൻ്റെ ജീവിതം കൊണ്ട് ഒരു സ്ത്രീ എന്ന വ്യക്തിക്ക് ഈ സമൂഹത്തെ നയിക്കുവാൻ കഴിയുമെന്നും ഒരു ഭരണഘടനയെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നും തെളിയിച്ച വ്യക്തി. അതുപോലെ തന്നെ ബ്രസീലിലും ഇന്ത്യയിലുമടക്കം ഒട്ടനവധി സ്ത്രീകൾ ഭരണരംഗത്തിരുന്നു കൊണ്ട് ഭരണത്തെ മുന്നോട്ട് നയിക്കുവാൻ പ്രാപ്തരായവരാണ്. ഇങ്ങനെ ചിന്തിച്ചു പോകുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ, ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് നാം ചിന്തിക്കുക. നാം പറയും ചുട്ടയിലെ ശീലം ചുടല വരെയാണ് എന്ന്. ആ ശീലത്തിന് കുട്ടികളിൽ നിന്നും മാറ്റം ഉൾക്കൊള്ളാൻ ശ്രമിച്ച ഏക നാട് നമ്മുടെ കേരളമാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെന്നാൽ ത്രിതല പഞ്ചായത്തുകളിൽ നിന്നും തന്നെ സ്ത്രീ സംവരണം എത്ര രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും എന്ന ചർച്ച ആരംഭിച്ചത് 11ാം പഞ്ചവത്സര പദ്ധതിയുടെ തുടക്കത്തോടെയായിരുന്നു. 50% സംവരണം കൊണ്ടുവരണം എന്ന ഖ്യാതിയോടെ, എന്ന ലക്ഷ്യത്തോടെ മുന്നിട്ടിറങ്ങിയ 11ാം പഞ്ചവത്സര പദ്ധതി. ആ പദ്ധതിക്ക് ശേഷമായിരിക്കാം കോർപ്പറേഷനുകളിലും പ്രസിഡന്റുമാരായും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായും എല്ലാം സ്ത്രീകൾ പകുതിയിലേറെ മുന്നോട്ട് വന്നത്. പക്ഷേ അവയിൽ എല്ലാം നാം കണ്ടുവരേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ 50% ചട്ടക്കൂടിനകത്ത് ആ സ്ത്രീ തളയ്ക്കപ്പെട്ടിരിക്കുന്നു. അതിൽ കൂടുതൽ ജനറൽ സീറ്റിലേക്ക് സ്ത്രീക്ക് വരാൻ കഴിയും, എനിക്ക് ഈ നാടിനെ ഭരിക്കാൻ കഴിയും, എൻ്റെ നയങ്ങളെ, എൻ്റെ വ്യക്തിത്വത്തെ ഒരു ഭരണഘടനയുടെ പിന്നിൽ നിന്നുകൊണ്ട്
ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആ ഭരണത്തെ ഉപയോഗിക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസം സ്ത്രീകൾക്കുണ്ട്. അത് ഒരു പരിധിവരെ സ്ത്രീകൾ ഈ സമൂഹത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടൊക്കെയോ ഒരു വിഭാഗം ഇന്നും പുറകോട്ട് തന്നെ നിൽക്കുകയാണ്. എന്നിൽ ഈ ഇത്തരം കർത്തവ്യങ്ങളൊന്നും ബാധകമല്ല എന്ന ചിന്തയോടെ സ്ത്രീകൾ പുറകോട്ട് തന്നെ നിൽക്കുകയാണ്. അവരൊരു പക്ഷേ പേടിക്കുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ വിമർശനങ്ങളെ ആയിരിക്കാം. ഞാൻ ഈ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ എനിക്കുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് ആ സ്ത്രീ ബോധവതിയായിരിക്കും. എനിക്കൊരു കാര്യമേ അത്തരം സ്ത്രീകളോട് പറയാനുള്ളൂ. മാങ്ങയുള്ള മരത്തിലെ കല്ലെറിയൂ എന്നൊരു ചൊല്ലുണ്ട്. വിമർശനങ്ങൾ എന്നും ഉണ്ടാകും. ഏതൊരു പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയാലും വിമർശനങ്ങൾ ചെയ്യുവാനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാകുക. അതിനെ പ്രശംസിക്കുവാനും മുന്നോട്ട് നയിക്കുവാനും ആളുകൾ കുറവാണ്. എന്നാൽ നാം ചിന്തിക്കേണ്ടത്, ഇന്ന് ഈ അവസരത്തിൽ നാം ചിന്തിച്ചു പോകേണ്ടത് ഒന്നാണ്. സ്ത്രീ സംവരണം എന്ന 50% ഒതുങ്ങി നിൽക്കുന്നതല്ല സ്ത്രീയുടെ ഭരണം. അതിന് ഒരു പരിധിയുമില്ല. സംവരണം എന്ന ആവരണത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു വ്യക്തിയും ഭരണഘടനയിൽ മുന്നോട്ട് വരുന്നില്ല. സ്വന്തം നേതൃപാടവം കൊണ്ട് ഓരോ സ്ത്രീയും മുന്നോട്ട് വരുമ്പോൾ എന്നും നാം മുന്നോട്ട് പോവുക. നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി സ്ത്രീകളുടെ ഭരണം എന്നും മുന്നോട്ട് നയിക്കപ്പെടുന്നതാണ്. ആ ഭരണത്തിന് എല്ലാ പിന്തുണയും ഏകിക്കൊണ്ട് ഓരോ സ്ത്രീയും ഓരോ വീട്ടമ്മമാരും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുക. ആ ഒരവസ്ഥയിൽ നമ്മുടെ സാമൂഹ്യ മാറ്റത്തിന് ഒരു പുത്തൻ തുടക്കമാകും ഉണ്ടാകുക എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. നന്ദി. നമ്മൾ ആശയത്തിൽ ആവേശഭരിതയാവുന്ന സമയത്ത് വാക്കുകൾ തന്നെ വരട്ടെ. അങ്ങനെയുള്ളൊരു വരാനുള്ള ഒരു ഉണ്ട്. റേഡിയേഷൻ ചികിത്സ, ഡ്രാക്കി തെറപ്പി, സൂക്ഷ്മമായ കീമോതെറപ്പി ചികിത്സകൾ. കിംസ് പിനക്കൽ കോംപ്രിഹെൻസീവ് ക്യാൻസർ സെന്റർ, തിരുവനന്തപുരം. നമുക്കൊന്നിച്ചു മുന്നേറാം ഒരു ക്യാൻസർ വിമുക്ത ലോകത്തേക്ക്. പൊന്നാര കൂട്ടുകാരിയാ മിന്നു. ഇനി നിങ്ങൾ എന്നെ തുള്ളീന്നൊന്ന് നീട്ടി വിളിച്ചാ അപ്പൊ തന്നെ ഞാനിവിടെ എത്തും. ചങ്ങാതിമാരെ, ഞങ്ങളെ കാണാൻ നിങ്ങൾ കാത്തിരിക്കില്ലേ? ഇതാ ഒരു പെർഫോമർ കൂടിയാണ്, വെറും ഒരു പാട്ടുകാരി മാത്രമല്ല. ആകാശഭൂമിക്കധിപതിയായ അല്ലാഹുവിൻ്റെ പുത്രത്തിനാലെ ഇബ്രാഹിം എന്ന എക്സ്പ്രസീവ് ആയിരുന്നു. ലൈൻസും പറയുന്നൊക്കെ ആ മുഖത്തുണ്ടായിരുന്ന ആ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ അത് പാട്ടിനും വന്നു. കുതിർന്നല്ലോ നിവരാതെ കുമ്പീട്ടൻ കണ്ണ് നനഞ്ഞല്ലോ. നിക്കിഷിന്റെ ടോണിന് ഭയങ്കര ക്വാളിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നത് പ്ലേ ബാക്കിന് ഭയങ്കരമായിട്ട് സൂട്ട് ചെയ്യുന്നൊരു വോയിസ്. മിസ്റ്റർ ലൈറ്റ് പ്രസൻസ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് 14ാം രാവ്. ബ്രോട്ട് യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്,
മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ ചെയിനുകളുടെ ഉത്സവം. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. പ്രസന്റഡ് ബൈ മിസ്റ്റർ ലൈറ്റ് പ്രസൻസ് മാസ് റോവർ ഇൻ അസോസിയേഷൻ വിത്ത് കമ്മീഷൻ ഏജന്റ് ഇല്ലാതെ യഥാർത്ഥ പണിക്കൂലി. ടോപ്കോ സംസം, ബാങ്ക് റോഡ്, കണ്ണൂർ. എൻ്റെ അഭിപ്രായത്തിൽ വളരെ നന്നായിരുന്നു. ഓക്കെ സർ. രാഖി വളരെ പ്രസന്നവതിയായിട്ടാണ് സംസാരിച്ചത്. ഒരു ബലം പിടിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബോഡി ലാംഗ്വേജ് അതിൻ്റെ ഒരു താളത്തിലൊക്കെ വന്നു. അതൊക്കെ വളരെ നന്നായിട്ടുണ്ട്. കാരണം ഒരു പ്രസംഗം അത്ര എളുപ്പമല്ലാത്ത ഒരു കർമ്മമാണ് എന്നിപ്പോൾ ഇവിടെ പലപ്പോഴും തെളിയിക്കപ്പെട്ടതുകൊണ്ട് ഒരു തുടക്കക്കാരി എന്നുള്ള എനിക്ക് വളരെ നന്നായി. പക്ഷേ ഇതിലൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ ഈ പഠിച്ചു വെച്ച വാക്കുകൾ ആയിരിക്കരുത് പറയേണ്ടത്. നമ്മൾ ഓർത്തു വെച്ചാലും ആ ആശയം തന്നെ പ്രസംഗിക്കുന്ന സമയത്ത് വാക്കുകളായി രൂപാന്തരപ്പെടുകയാണ് വേണ്ടത്. ചില വാക്കുകൾ കൊരുത്തു വെച്ചിരുന്നു എന്ന് കേൾക്കുന്നവർക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ ആ ആശയം സ്വാംശീകരിച്ചിട്ട് തന്നെ വാക്കുകളായിട്ട് അതിങ്ങനെ വിവർത്തനം ചെയ്യപ്പെട്ടു വരും. അത് കുറച്ച് കഴിഞ്ഞാൽ സാധിക്കും. രാഷ്ട്രം എന്ന് ഉപയോഗിക്കുന്നിടത്ത് അറിയാതെ ഭരണഘടന എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഇങ്ങനെ വാക്കുകൾ സ്വയം തോന്നിയില്ലേ അങ്ങനെ? അപ്പോൾ അത് വാക്ക് കൃത്യമായിട്ട് പദം ഉപയോഗിക്കുന്നിടത്തുള്ള ചെറിയ തെറ്റുകൾ വരുന്നത് അതെല്ലാം സ്വാഭാവികമായിട്ട് മാറേണ്ടതാണ്. നമ്മൾ ആശയത്തിൽ ആവേശഭരിതയാവുന്ന സമയത്ത് വാക്കുകൾ തന്നെ വരട്ടെ. അങ്ങനെയുള്ളൊരു വരാനുള്ള ഒരു സ്വഭാവം, ഊർജം ഉണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് പ്രാസംഗികമായിട്ട് രാഖിക്ക് തീർച്ചയായിട്ടും ഇറങ്ങാൻ സാധിക്കും. അഭിനന്ദനങ്ങൾ. വെരി ഗുഡ്. മീര മാഡം. അതെ, കോളേജിലെ കുട്ടികളെ കളിപ്പിക്കുന്ന പോലെ നമ്മളെ കളിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നല്ല ഒഴുക്കുണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ല കോൺഫിഡൻസോടെ ശ്രോതാക്കളെ നേരിട്ടു. അതിനൊക്കെ പ്രത്യേക അഭിനന്ദനങ്ങൾ. പക്ഷെ എനിക്ക് മനസ്സിലാകാതെ പോയത് സത്യത്തിൽ ഇതെന്താണ്, സംവരണം വേണമെന്നാണോ വേണ്ടെന്നാണോ ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ എന്താണ് രാഖി സമർത്ഥിച്ചതെന്നുള്ളത് കൃത്യമായിട്ട് ഒരാൾക്കും സംവരണം എന്ന ഒരു ചട്ടക്കൂടിന്റെ ആവശ്യമില്ല. നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന എത്ര ആളുകൾക്ക് മുന്നോട്ട് വന്ന് പ്രവർത്തിക്കാൻ കഴിയുമോ അവരെല്ലാവരും മുന്നോട്ട് വന്നോട്ടെ. അതിന് ഇപ്പോൾ 50% സ്ത്രീകളെ അവിടെ വരുന്നുള്ളൂ, ഭരണരംഗത്ത് വരുന്നുള്ളൂ എന്ന് ഒന്നുമില്ലല്ലോ. 60% വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താ 60% ആളുകൾക്ക് ഇവിടെ ഭരണം നടത്താനുള്ള അവകാശമില്ലേ? അപ്പോൾ ഈ 50%-നുള്ളിൽ ഈ സ്ത്രീകൾ ഒതുങ്ങിപ്പോകാനുള്ള സാഹചര്യവും ഉണ്ടാകും. പക്ഷേ ഏതവസ്ഥയിലാണ് സംവരണം ഏർപ്പെടുത്തുന്നത്? നമുക്ക് 60% വരുന്നത് കൊണ്ടാണോ അതോ 100% മറ്റ് ആളുകൾ പിടിച്ചെടുക്കുന്നതുകൊണ്ടാണോ? ആലോചിക്കേണ്ട വിഷയമാണ്. ഞാൻ കൂടുതൽ സമയം അതിന് എടുക്കുന്നില്ല. ബേസിക്കായിട്ടൊരു പ്രസംഗകന് വേദിയിൽ നിൽക്കുമ്പോൾ ഉണ്ടാവേണ്ടത് ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നുണ്ടാവണമല്ലോ. ആ പ്രസൻസ് ഓഫ് മൈൻഡ് തീർച്ചയായിട്ടും കാണിച്ചിട്ടുണ്ട്. ചില സമയത്ത് ഞാൻ പറഞ്ഞാൽ ഈ വാക്കുകളുടെ ശക്തി നമ്മൾ പറയാണ്ട് വേർഡ്സ് ക്യാൻ ഡു ആൻഡ് അൺഡു, വേർഡ്സ് ക്യാൻ മോട്ടിവേറ്റ് ആൻഡ് ഡീമോട്ടിവേറ്റ്, വേർഡ്സ് ക്യാൻ ബ്രിങ് വാർസ്, വേർഡ്സ് ക്യാൻ സ്റ്റോപ്പ് വാർസ് പ്രൊവൈഡഡ് ദേ ആർ യൂസ്ഡ് ഇഫക്റ്റീവ്ലി. ആശയങ്ങളുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ശക്തി ചില സമയത്ത് വാക്കുകൾക്ക് എവിടെയോ ചോർന്നു പോയോന്നുണ്ട്. രാഖി ഈ ചെറിയൊരു പ്രായത്തിൽ ഈ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇങ്ങനൊരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഈ വേദിയിൽ സംസാരിച്ചത് തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈവൻ ദ ബെസ്റ്റ് ക്യാൻ ബി ബെറ്റേഡ്. ഏറ്റവും മികച്ചതിനെ പോലും ഇനിയും മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു വിശ്വാസം ഉണ്ടാവണം. തീർച്ചയായിട്ടും ഒരു നല്ലൊരു ഭാവി രാഖിയിലൊരു പ്രസംഗക എന്ന രീതിയിൽ കാണുന്നു. ഓവറോൾ ഈ മെസ്സേജിൻ്റെ ഒരു അവ്യക്തത തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു അവ്യക്തത മാറ്റി നിർത്തിയാൽ ഓവറോൾ ഒരു പ്രസംഗത്തിൻ്റെ ഒരു പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകം അഭിനന്ദനവും. ഇപ്പോൾ രാഖി ഗുഡ് ടു ഗ്രേറ്റിലേക്ക് പോകണം എന്നാണ് ജഡ്ജസ് പറയുന്നത്. ഇനി മാർക്കും കൂടി കേൾക്കാം. 8 മാർക്ക്. പ്രഭാഷണം എന്ന റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഒരു ചെറിയ ബ്രേക്ക്, അതിനുശേഷം ഞാൻ സ്ത്രീ തുടരും. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കട